ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. നമ്മൾ കൂട്ടുകാരുടെ സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷന് വേണ്ടിയിട്ട് EVS ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പ്രീവിയസ് ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ ക്ലാസ്സുകളുടെ വീഡിയോസും അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ നോക്കിയാൽ അറിയാം എത്ര പ്രവർത്തനങ്ങളാണുള്ളത്. അതുപോലെ തന്നെ കൂട്ടുകാരുടെ പേരും സ്കൂളിൻ്റെ പേരും ഡിവിഷനും ഒക്കെ എഴുതാനായിട്ടുള്ള ഇവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. 2 മണിക്കൂറാണ് കൂട്ടുകാർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ ടൈമുള്ളത്. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം കൂട്ടുകാർ ഉത്തരം എഴുതുക. അപ്പോൾ നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. 6 പ്രവർത്തനത്തിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് മാത്രം കൂട്ടുകാർ ഉത്തരം എഴുതിയാൽ മതി. ഞാനിവിടെ 6 പ്രവർത്തനത്തിനും ഉത്തരം പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ തിരഞ്ഞെടുക്കുന്ന പ്രവർത്തനങ്ങളുടെ എല്ലാ ഉപചോദ്യങ്ങൾക്കും കൂട്ടുകാർ ഉത്തരം നിർബന്ധമായും എഴുതിയിരിക്കണം. അപ്പം നമുക്ക് എക്സാം എങ്ങനെ നോക്കാം. പ്രവർത്തനം 1, താളം മേളം. മീരയുടെ ഡയറിയിൽ നിന്ന്. ഇവിടെ നോക്കിയേ, മീരയുടെ ഡയറിയാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ അമ്പലത്തിൽ ഇന്നാണ് ഉത്സവം. ഉത്സവ കാഴ്ചകൾ കണ്ട് മനം നിറഞ്ഞു. കലാപരിപാടിയോ അതികേമം. ഓട്ടംതുള്ളൽ ആദ്യമായാണ് കാണുന്നത്. നിറപ്പകിട്ടാർന്ന വേഷവിധാനങ്ങളും പാട്ടും വാദ്യങ്ങളും വളരെ രസകരം തന്നെ. സമൂഹത്തിലെ പല തിന്മകളെയും നർമ്മരസം കലർത്തി വിമർശിക്കുന്നത് കേൾക്കാൻ ബഹുരസം. മേളക്കൊഴുപ്പിനായി ഇടയ്ക്കൊപ്പം തൊപ്പിയും പന്തളവും ഉപയോഗിക്കുന്നുണ്ട്. ഓട്ടംതുള്ളലിനെയും മറ്റ് കലാരൂപങ്ങളെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നാളെ ടീച്ചറോട് ചോദിക്കണം. തൊപ്പിമദ്ദളം. എന്താ തൊപ്പിമദ്ദളം? ശുദ്ധമദ്ദളത്തിൻ്റെ അല്പം ചെറിയ രൂപമാണ് തൊപ്പിമദ്ദളം. അടുത്ത കാലം വരെ തൊപ്പിമദ്ദളമായിരുന്നു തുള്ളൽക്കരയിലെ പ്രധാന പക്കവാദ്യം. ഈ ചോദ്യം നോക്കി. മീരയുടെ ഡയറിക്കുറിപ്പ് വായിച്ചില്ലേ കൂട്ടുകാരെ? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഏത് കലാരൂപമാണെന്ന് കണ്ടെത്തി എഴുതുക. എഴുതാം. ഒന്നാമത്തേത് കഥകളി, 2 മാർഗംകളി, 3 ഒപ്പന, 4 തിരുവാതിരക്കളി. അടുത്ത് ബി ചോദ്യം. മുകളിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കലാരൂപത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തയ്യാറാക്കാം. എഴുതിക്കോളൂ. തിരുവാതിരക്കളി. കേരളത്തിലെ വനിതകളുടെ തനതായ സംഘനൃത്തമാണ് തിരുവാതിരക്കളി. ഹൈന്ദവരുടെ മതപാരമ്പര്യമായ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായും അല്ലാതെയും അവതരിപ്പിക്കപ്പെടുന്ന ഈ നൃത്തം വനിതകൾ ചെറിയ സംഘങ്ങളായാണ് അവതരിപ്പിക്കുന്നത്. പൊതുവെ ഓണത്തിനും ധനുമാസത്തിലെ തിരുവാതിര നാളിൽ വീടുകളിലും ശിവക്ഷേത്രങ്ങളിലും പാർവതി പ്രാധാന്യമുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലുമൊക്കെയാണ് ഇവിടെ സ്ത്രീകൾ ഈ ഒരു കലാരൂപം, പ്രത്യേകിച്ച് തിരുവാതിര വ്രതമെടുക്കുന്ന സ്ത്രീകൾ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി ഈ തിരുവാതിരക്കളിയെ കണക്കാക്കുന്നുണ്ട്. ഇതുപോലെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരു കലാരൂപത്തെക്കുറിച്ച് കൂട്ടുകാർക്ക് കുറിപ്പ് തയ്യാറാക്കാൻ കേട്ടോ. അടുത്ത് നോക്കിയേ. പ്രവർത്തനം 2, ചന്ദ്രനെ കാണാം. ഈ ചോദ്യം. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും കാണുന്ന ദിവസമുണ്ടെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ. ആ ദിവസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അതെ, വെളുത്തവാവ് അല്ലെങ്കിൽ പൗർണമി എന്ന് എഴുതാം. ബി ചോദ്യം. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും കാണുന്ന ദിവസം ചന്ദ്രനും ഭൂമിയും സൂര്യനും നേർരേഖയിലായിരിക്കും. ഇത്തരം ദിവസങ്ങളിൽ ചന്ദ്രൻ, ഭൂമി, സൂര്യൻ ഇവ ഏത് ക്രമത്തിലായിരിക്കും വരിക? താഴെയുള്ള ചിത്രത്തിൽ അവയുടെ പേരുകൾ കൂട്ടുകാർ എഴുതി ചേർക്കാം. എഴുതാം. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി. അടുത്ത ചോദ്യം. സി. അമ്പിളിമാമൻ ഓരോ ദിവസവും ചെറുതായി മാഞ്ഞുപോയി. ഇന്ന് എവിടെയും കാണാനില്ല. അമ്പിളിമാമൻ എവിടെയായിരിക്കും? അമ്മുക്കുട്ടി പറഞ്ഞതിനോട് കൂട്ടുകാർ യോജിക്കുന്നുണ്ടോ? ചില ദിവസങ്ങളിൽ ചന്ദ്രനെ തീരെ കാണാത്തതും അത് മാഞ്ഞു പോകുന്നത് കൊണ്ടാണോ? അമ്മുക്കുട്ടിയുടെ സംശയത്തിന് മറുപടി എഴുതാം. എഴുതിക്കോളൂ. സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രൻ്റെ ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ ചന്ദ്രനെ നമുക്ക് തീരെ കാണാനായി കഴിയുന്നില്ല. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി ഇവ നേർരേഖയിൽ വരുന്നത് കൊണ്ട് ചന്ദ്രന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടുമാണ് നമുക്ക് ചില ദിവസങ്ങളിൽ ചന്ദ്രനെ കാണാതെ വരുന്നത്.
പ്രവർത്തനം 3. വസ്തുക്കൾ പലതരം. ക്ലാസ് റൂം പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അനു കണ്ടെത്തിയ വസ്തുക്കളുടെ പേരുകളാണ് ഇവിടെ ചുവടെ തന്നിരിക്കുന്നത്. ഇവയെല്ലാം ഒരേ അവസ്ഥയിൽപ്പെട്ടവയാണോ? ചോദ്യം. അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇവയെ തരംതിരിച്ചെഴുതാം. എഴുതിക്കോളൂ. തേൻ, വായ്. ഏതൊക്കെ വസ്തുക്കളാണുള്ളത്? തേൻ, വായു, ഇഷ്ടിക, ഹൈഡ്രജൻ, തടിക്കഷ്ണം, സോപ്പ് കട്ട, മണ്ണെണ്ണ, ജലം, നീരാവി. അപ്പോൾ ഇനി നമുക്ക് വസ്തുക്കളെ അവയുടെ അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. എഴുതിക്കോളൂ. ഖരം, തടിക്കഷ്ണം, സോപ്പ് കട്ട, ഇഷ്ടിക. ദ്രാവകം, ജലം, മണ്ണെണ്ണ, തേൻ. വാതകം, വായു, നീരാവി, ഹൈഡ്രജൻ. ചിത്രം നോക്കൂ. ജലത്തിൻ്റെ ഏത് സവിശേഷതയാണ് ഈ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ദ്രാവകം അല്ലേ? എഴുതിക്കോളൂ. ഒഴുകുന്ന ജലത്തിന് ശക്തിയുണ്ട്. ചോദ്യം. അനു അടുക്കളയിൽ വെള്ളം തിളപ്പിക്കുകയാണ്. വെള്ളത്തിൽ നിന്ന് നീരാവി ഉയരുന്നത് കണ്ടു. അവൾ ഒരു പരന്ന പാത്രം എടുത്ത് അത് അടച്ചു വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞ് പാത്രം എടുത്തു മാറ്റി. അവൾക്കൊരു സംശയം തോന്നി. പാത്രത്തിനടിയിൽ വെള്ളത്തുള്ളികൾ എങ്ങനെ വന്നു? നീരാവി തണുത്ത് ജലമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാത്രത്തിനടിയിൽ വെള്ളത്തുള്ളികൾ കണ്ടത്. പ്രവർത്തനം 4. വായു വിശേഷങ്ങൾ. റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണെണ്ണ കുപ്പിയിലേക്ക് ഒഴിക്കുവാൻ അപ്പു തീരുമാനിച്ചു. 2 ചിത്രവും നോക്കിയേ. ചിത്രം 1, ചിത്രം 2. ഇതിൽ ഏതു രീതിയിൽ വണൽ വയ്ക്കുന്നതാണ് എളുപ്പത്തിൽ മണ്ണെണ്ണ നിറയുന്നതിന് സഹായകരമാകുന്നത്? കാരണം എന്തായിരിക്കും? വിശദീകരിക്കുക. ഉത്തരം എഴുതിക്കോളൂ. ചിത്രം 1 സൂചിപ്പിക്കുന്ന രീതിയിൽ പണൽ വയ്ക്കണം. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ചിത്രം 1 മണ്ണെണ്ണ ഒഴിക്കുമ്പോൾ കുപ്പിക്കുള്ളിലെ വായു പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് പോകുന്നതിനുള്ള സ്ഥലമുള്ളത് കൊണ്ടാണ് മണ്ണെണ്ണ എളുപ്പത്തിൽ കുപ്പിയിൽ നിറയ്ക്കാനായി കഴിയുന്നത്. അടുത്ത് ചോദ്യം. പദസൂര്യൻ പൂർത്തീകരിക്കുക. വായുവിൻ്റെ പ്രത്യേകതകൾ നമുക്ക് എഴുതാം. എഴുതിക്കോളൂ. ആകൃതിയില്ല, ഭാരമുണ്ട്, ശക്തിയുണ്ട്, വ്യാപന സ്വഭാവവുമുണ്ട്. അടുത്ത് പ്രവർത്തനം 5. കൃത്രിമ ഉപഗ്രഹങ്ങൾ. സ്കൂൾ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുവാനായി മാള് തയ്യാറാക്കിയ പോസ്റ്റർ വായിച്ചു നോക്കിയേ. ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹങ്ങൾ. മനുഷ്യൻ വിവിധ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപഗ്രഹങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ. റോക്കറ്റുകളുടെ സഹായത്തോടു കൂടെയാണ് ഇവ ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. നമ്മുടെ രാജ്യമായ ഇന്ത്യയും ഇത്തരത്തിലുള്ള കൃത്രിമ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. ആപ്പിൾ, ജിസാറ്റ്, എജ്യൂസാറ്റ് എന്നിവ അവയിൽ ചിലതാണ്. കൃത്രിമ ഉപഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് പല പ്രയോജനങ്ങളുമുണ്ട്. ചോദ്യം നോക്കാം. കൃത്രിമ ഉപഗ്രഹങ്ങൾ കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങളാണ് നമുക്കുള്ളത്? അവ ഏതൊക്കെയാണെന്ന് എഴുതൂ. 1 ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാർത്താവിനിമയം. അടുത്ത് എഴുതിക്കോളൂ കൂട്ടുകാരെ. കാർഷികം, വിവര സാങ്കേതിക. ചോദ്യം. പട്ടിക പൂർത്തിയാക്കാം. കൃത്രിമ ഉപഗ്രഹങ്ങൾ. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹത്തിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. എഴുതിക്കോളൂ. ആര്യഭട്ട. രണ്ടാമത് കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. എജ്യൂസാറ്റ്. അതിൻ്റെ ഉപയോഗം എന്താണ്? അതെ, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപഗ്രഹമാണ് എജ്യൂസാറ്റ്. ഇനി വാർത്താവിനിമയത്തിന് സഹായിക്കുന്ന ഉപഗ്രഹമാണ് ഏത്? ഇൻസാറ്റ് 3. അടുത്ത് പ്രവർത്തനം 6. കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ ചോദ്യം. കേരള നാട്. താഴെ സൂചിപ്പിച്ചിരിക്കുന്ന പ്രധാന സ്ഥലങ്ങൾ കേരളത്തിൻ്റെ ഭൂപടത്തിൽ ഏതെല്ലാം ജില്ലകളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചിഹ്നങ്ങൾ വരച്ച് കൂട്ടുകാർ രേഖപ്പെടുത്തണം. തേക്കടി എവിടെയാണുള്ളത്? അതെ, ഇടുക്കി ജില്ലയിലാണ് തേക്കടി. അടുത്ത് കൊച്ചി തുറമുഖം എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ തലസ്ഥാന നഗരം ഏതാണ്? തിരുവനന്തപുരമാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓരോ ചിഹ്നങ്ങളും അതാത് ജില്ലകളിൽ വരച്ച് കൂട്ടുകാർ അടയാളപ്പെടുത്തുക കേട്ടോ. ഇനി ചോദ്യം. ദിക്ക് അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ്? ഉത്തരം വടക്കു നോക്കി യന്ത്രം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് EVS ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. പാഠങ്ങളൊക്കെ നന്നായി പഠിച്ച് നന്നായി എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്